Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡ് ചില്ലി പൊട്ടറ്റോയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർച്ചൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഈ പീസുകളൊക്കെ നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1/2 കപ്പിൽ നിന്നും ഒരല്പം കൂടി കുറവായിട്ട് കോൺഫ്ലോറും കൂടി. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 സ്പൂൺ അളവിൽ മൈദാമാവും കൂടിയാണ്. കോൺഫ്ലോറും മൈദാമാവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളും കൂടി ആവശ്യമായിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടിയാണ്. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. നമ്മുടെ ഈ മസാലകളെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. അതും കൂടി ചേർക്കാം. ഇനി ഇതിനെല്ലാത്തിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. അധികം ലൂസായി പോകാൻ പാടില്ല, അതായത് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. നല്ല കട്ടിക്ക് വേണം, തിക്കായിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കണം. അത്രയും സമയത്തിന് ശേഷം നമുക്ക് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഓരോ ഉരുളക്കിഴങ്ങും എടുത്ത് ലൈറ്റായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തിരുന്നാൽ മതിയാവും. പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കോട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ബ്രെഡ് ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ആദ്യം ഇടുന്നതൊക്കെ അതിൻ്റെ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. അതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് വിട്ടത് തന്നെ നമ്മൾ ഇതിലേക്ക് ബ്രെഡിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാലും മതിയാവും. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടി ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടിയിട്ടുണ്ടാവുക എന്ന്. വീട്ടിൽ വിശേഷിച്ച ആരെങ്കിലൊക്കെ വരുന്ന ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ചായക്കൊപ്പം വേണം തോന്നുമ്പോഴൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.